നിങ്ങൾ ഓഫീസിൽ ചെന്നാ പണ്ട് വരയ്ക്കുന്ന സ്ഥലത്ത് ആടാ CSD ക്യാൻറ്റീൻ അവിടെയാണ് പണ്ട് ക്യാൻറ്റീൻ. ഇവിടെ മുരളിയേട്ടനൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ഒരു മുരളിയേട്ട ഇല്ലനാ. ഓ ഈ വ്ളോഗ് ഇപ്പൊ രാഘവൻ നമ്പ്യാർ വ്ളോഗായി മാറുമല്ലോ. ആ സർദാർ ജീനെല്ലാം പണ്ടേ ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോ. ആ അച്ഛൻ നിങ്ങക്ക് ചെല്ലൊരു ഫോട്ടോ എടുത്തരാ. രാഘവൻ നമ്പ്യാർ പണ്ട് വർക്ക് ചെയ്ത് 28 BN NCC കോളനിയിൽ ഓർമ്മകൾ അയവിറക്കുകയാണോ? ഈ വഴി കണക്കോർമ്മ വരുന്നുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ വഴി. അവിടെ 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 മുന്നിൽ പോയിട്ട് വലത്തോട്ട് അവിടെയാണ് 110 കോളനി. നമുക്ക് പോയിപ്പോ അങ്ങോട്ട് 110 കോളനിയിലേക്ക്. എന്നാ ടീച്ചർ ഞാൻ ചായ പിടിച്ചോർന്ന്. ഇവിടെ പാട്ടുണ്ടാവും എപ്പം നോക്കിയാലും. ഒച്ചത് പാട്ടുണ്ടാവും ഇപ്പോ. ഈ വീട്ടിലാണമ്മ ഇങ്ങളുണ്ടായിരുന്ന കേട്ടാ. ടീച്ചറേ നീ തങ്ങിയ വീടായത്. ഇവിടെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇതെല്ലാം ആരും ഇല്ല ഇപ്പൊ. നോക്ക് മൊത്തം കാലിയായിപ്പോയി കോളനി. കോളനി അല്ലേ? എത്ര മുമ്പ്? 30 കൊല്ലം മുമ്പ്. കോളനി ഇതൊന്നും ഇല്ല ഇപ്പൊ. കോളനി എല്ലാം കാലിയായി, ആരുമില്ല. എല്ലാം കാലിയായി പോയി. പോവാമേ. ഗവൺമെന്റ് ക്വാർട്ടേഴ്സിന് ഓണേഴ്സും ഉണ്ടേനു ഈ വീട്ടില്. പക്ഷെ വീടുകളും പൂട്ടിപ്പോയില്ലേ, എല്ലാരും പോയി. നല്ല പക്ഷെ നോക്കി കോളനി നല്ല രസമുള്ള കോളനിയല്ലേ കാണാൻ. നല്ല ഗ്രാമീണ ഭംഗിയുള്ള. ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരുത്തേനെ. ഇവിടെ മുകളിൽ കാർ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ. വളരെ മെല്ലെ നമുക്ക് പോലുവരായിട്ട് ഇതൊരു അടിയായിരിക്കും. അപ്പൊ അല്ല ഉദ്യോഗസ്ഥനല്ലേ അവരുടെ ഭർത്താവല്ലേ. ഈ ബ്ലൂ വീട്ടിൽ അതെ പറഞ്ഞേ. എനിക്ക് അത്രയും ഇത് ഓർമ്മയുണ്ട്. അതേപോലെ അമ്പലം ഇതിന് താമസിക്കില്ല. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഓർമ്മ മറ്റേ വീട്ടില്ല. ആ രണ്ടാം താമസിക്കുന്നുണ്ട്. ഇയാളിൽ വേണം അച്ഛനോട് അടി പിടിയാ. അതുകൊണ്ട് അച്ഛൻ മാറ്റി വീടില്ല. മറ്റേക്ക മുത്തുപ്പൻ്റെ വീട് വേലിച്ചമ്മിൻ്റെ വീടാ വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് കേട്ടോ വേലിച്ചമ്മ വീടിയാ. ഇതാ അവിടെ എത്തിയ അച്ഛൻ. എനിക്കിത് ഓർമ്മ ഉണ്ട് കേട്ടാ. ഈ ചാവിട അന്ന് ഈ വീടേ ഉണ്ടായിരുന്നുള്ളൂ. വണക്കം സാർ. സുബേദർ രാഘവൻ അച്ഛാ വെട്ടിടുണ്ട് കേട്ടാ. ഞാൻ എപ്പോഴും വെച്ചിരിക്കേ നമ്മ ടോയ് அதெல்லாம் சொல்ல முடியாது. ஆனாலும் நான் ரொம்ப நாளா யோசிச்சுட்டு இருக்கேன். ஒரு நாள் வேற என்ன எப்படி கண்டுபிடிச்சு நானும் பண்ணணும் அப்படியே இது
கொஞ்சம் கொஞ்சம் லைட்டா டவுட் இருக்காங்களே அப்படின்னு திரும்ப வருவோம். இவ்வளவு தெரியுதா? அப்புறம் 25 வருஷம் கழிச்சு எல்லாரையும் கண்டுபிடிச்சாச்சு. கிடைக்கிறதே கஷ்டம். நிதி, இதெல்லாம் நிதி சொல்ல, பொக்கிஷம் சொல்லுவாங்கல்ல, பொக்கிஷம். மொத்தம்டா மிஸ் ஆகாது. இனிமே எதுவுமே மிஸ் ஆகக்கூடாது. நீங்க